ഒരു കെ.എസ്.ഇ.ബിക്കാരൻ ഒരു കെ.എസ്.ഇ.ബിക്കാരന് കൈക്കൂലി കൊടുക്കുന്നത് റെയറാണ്, അതായത് വിരളമാണ്. എന്നാൽ ഒരു കെ.എസ്.ഇ.ബിക്കാരൻ മറ്റൊരു കെ.എസ്.ഇ.ബിക്കാരന്റെ കുത്തിനി പിടിച്ച് കൈക്കൂലി വാങ്ങിയാലോ? അത് വളരെ റെയറാണ്, അതായത് അതിവിരളമാണ്. ഒരുമിച്ച് ജോലിയിൽ പ്രവേശിച്ചവരാണവർ. ഒരു പാത്രത്തിലുണ്ട്, ഒരു ഗ്ലാസ്സിൽ കുടിച്ച് ഒത്തൊരുമിച്ച് വർക്ക് ചെയ്ത് ഉറ്റ സ്നേഹിതരാണവർ. കൂടാതെ അവർ തമ്മിൽ ബന്ധുക്കളുമാണ്. എന്നിട്ടും കൈക്കൂലി വാങ്ങിച്ചത് ആരിൽ നിന്നാണെന്നറിയണ്ടേ? അത് അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോട്. ഇങ്ങനെയും മനുഷ്യരുണ്ട്. അതെ, തീർച്ചയായും ഇതുപോലുള്ള മനുഷ്യർ അനേകമുണ്ട്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ തൻ്റെ അമ്മയുടെ ഒരു പണമിട കൊണ്ട് പണിത കാതിൽ കുത്തുന്ന ആണിയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു നുള്ള സ്വർണമെങ്കിലും എടുക്കാതിരിക്കില്ല മകനാണ് സ്വർണ്ണപ്പണിക്കാരനെങ്കിൽ പോലും. അതെ, അതുപോലെയാണ് ചിലർ. പഠിച്ചതേ പാടൂ. പച്ചിലയോട് ഇങ്ങനെയെങ്കിൽ പഴുത്തിലയോട് എങ്ങനെയാകും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നല്ലവരും ഒത്തിരിയുണ്ട്. കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ ഒരുത്തന്റെ പൂർണ്ണകായ ചിത്രം മീഡിയകളിൽ ഞാൻ കണ്ടു, നമ്മളും കണ്ടു, നിങ്ങളും കണ്ടു. അനേകം പേരുടെ കൈക്കൂലി കഥകളിലൂടെയാണ് ഞാൻ പോകുന്നത്. കെ.എസ്.ഇ.ബിയിലെ മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലും. കെ.എസ്.ഇ.ബിയിലെ കൈക്കൂലിയിൽ ഒട്ടനവധി കാര്യങ്ങൾ എനിക്കറിയാം, എനിക്ക് അനുഭവമുള്ളതുണ്ട്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് പകരുന്നത്. ഇന്ന് കൈക്കൂലിയുടെ കാണാക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഏവർക്കും നമസ്കാരം. മുഖം നോക്കാതെ വർക്ക് ചെയ്യുന്നവരാണ് കെ.എസ്.ഇ.ബിക്കാരെന്ന് ചിലർ പറയും. അതെ, അവർ കൈക്കൂലി വാങ്ങിക്കപ്പോഴും മുഖം നോക്കില്ല. എനിക്കും പറ്റിയിട്ടുണ്ട്. ഞാനും കെ.എസ്.ഇ.ബിക്കാരനായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന 6ഓളം തസ്തികകളിൽ പ്രൊമോഷനോട് ജോലി ചെയ്തിരുന്ന അതേ സെക്ഷൻ 8.5 വർഷം, 5.5 വർഷത്തോളം അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി. ആ സെക്ഷനിൽ നിന്ന് പോലും എൻ്റെ വീട്ടിലെ സർവീസ് വയർ ബ്രേക്ക് ആയപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വന്നു കൈക്കൂലി, എന്നിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോയവർ. അപ്പൊ മനസ്സിലാക്കുക, കെ.എസ്.ഇ.ബിക്കാരെന്നോ ഇളത്തരമെന്നോ മൂത്തതരമെന്നോ ഒന്നും നോക്കില്ല. മുഖം നോക്കാതെ അവർ കാശ് വാങ്ങിക്കുന്നുണ്ടാവും. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നാം പറയുന്നത് ഈ കെ.എസ്.ഇ.ബിക്കാരിൽ നിന്ന് മറ്റൊരു കെ.എസ്.ഇ.ബിക്കാരൻ 809 രൂപ അടിച്ചു മാറ്റിയ സംഭവമാണ്. എന്നാൽ ഈ കൈക്കൂലി എങ്ങനെയാണ് നമ്മൾ എത്തിയത്? കൈക്കൂലി എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു? നാം പോകുമ്പോൾ ആദവും ഹവ്വയുടെ അടുത്ത് പോകണം, അവരുടെ മക്കളുടെ അടുത്തേക്ക് പോകണം, അപ്പോഴറിയാം. അതുപോലെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ചരിത്രങ്ങളിലും തുടരുന്ന പ്രഹേളികയാണ് കൈക്കൂലി, ഭൂതമാണ് കൈക്കൂലി. രാജാക്കന്മാരുടെ കാലത്തുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ട്. സ്വതന്ത്ര ഇന്ത്യൻ ഭരണത്തിലും ഒഴിച്ചുകൂട്ടാനാവാത്ത ഒന്ന് തന്നെയാണ് കൈക്കൂലി. കൈക്കൂലി ഇല്ലാത്ത ഒരു രാജ്യവും നമ്മുടെ 195ഓളം രാഷ്ട്രങ്ങളിൽ ഒരെണ്ണം പോലുമില്ല. കൈക്കൂലി ഏറ്റവും കുറവുള്ള രാജ്യം എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ഡെൻമാർക്ക്, ഫിൻലാൻഡ്, സിംഗപ്പൂര്, ന്യൂസിലൻഡ്, നോർവേ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്. ഇങ്ങനെ 7 രാജ്യങ്ങളാണ് ലോകത്താകെ കൈക്കൂലി കുറവുള്ളത്. അപ്പൊ നമ്മൾ കേരളത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥ പ്രമുഖർ കൈക്കൂലി മേടിച്ച് നശിപ്പിക്കുകയാണ് ജനത്തെ. ആ നശിപ്പിക്കപ്പെടുന്ന ജനം തന്നെ പിന്നൊരിക്കൽ ജോലിക്ക് കയറിയാൽ അവരും കൈക്കൂലി വാങ്ങിക്കും. അതിന്റെ ചരിത്രം ഞാൻ വേറെ ഒരെണ്ണം തരാം. സോറി, ഞാൻ പറഞ്ഞ് മുകളിലേക്ക് പോവുകയാണ്. താഴേക്ക് വരാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ എല്ലാ തലങ്ങളിലും കൈക്കൂലിയുടെ കരാള ഹസ്തങ്ങൾ കൊണ്ട് നെടുവീർപ്പെടുന്ന പൊതുജനങ്ങളെ നാം കാണാം. അതുമാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും മറ്റൊരു സർക്കാർ ഓഫീസിൽ പോയാൽ തീർച്ചയായും കൈക്കൂലി കൊടുക്കേണ്ടി വരാറുണ്ട്. അതുപോലെ ഒരു പാവം
സബ് എഞ്ചിനീയറുടെ കഥയാണ്, അല്ല അനുഭവമാണ്. എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ ആ 2 പേരുടെ കാര്യമാണ് ഞാൻ വരുന്നത്. കൈക്കൂലി വാങ്ങിച്ച ആളുടെയും കൈക്കൂലി കൊടുത്ത ആളുടെയും. കഴിഞ്ഞ ദിവസം എനിക്ക് തുറവൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകേണ്ടി വന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു. അതായത് കഴിഞ്ഞയിടെ KSEBിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സബ് എഞ്ചിനീയർ, പേര് ഞാൻ പറയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ആ അക്യൂസ്ഡായ അല്ലെങ്കിൽ ആ കൈക്കൂലി വാങ്ങിച്ച മനുഷ്യനെ അതോടെ എല്ലാവരും അറിയും. അദ്ദേഹവും ഇപ്പോൾ റിട്ടയർഡാണ്. ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് ഒത്തിരി നാളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഔദ്യോഗിക തലങ്ങളിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ യൂണിയനിൽ ചേരാമോ എന്ന്. ഞാനിതിന്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് ഒരിക്കലും വരില്ല. ഞാൻ എന്താ കാരണം? ഈ യൂണിയനിലേക്ക് ആദ്യമായി ക്ഷണിച്ച വ്യക്തിയുമായി ഞാൻ മാനസികമായി കുറച്ചു നാളായി അകൽച്ചയിലാണ്. അതുകൊണ്ടാണ് ഒരിക്കലും വരില്ലെന്ന് ചിന്തിച്ചതും ആ വ്യക്തിയെ അത്രയും വെറുപ്പായത് കൊണ്ട് തന്നെയാണ്. ഞാൻ പതിവ് ചോദിച്ചു, എന്താണ് കാരണം? അപ്പൊ പറയുകയാണ്, എൻ്റെ അടുത്തുനിന്ന് 8,009 രൂപ കൈക്കൂലി വാങ്ങിച്ച ആളാണ്. അതായത് ഇദ്ദേഹവും സബ് എഞ്ചിനീയറാണ്, മറ്റേയാളും സബ് എഞ്ചിനീയറാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ 8,000 രൂപ ഇദ്ദേഹത്തിന് അത് കൈക്കൂലി വാങ്ങിച്ചോ? അത് നിങ്ങൾ ഭയങ്കര കണക്ഷനാണല്ലോ, ഭയങ്കര ചക്കരയും പീരയൊക്കെ ആയിരുന്നല്ലോ. അരൂരിലേക്ക് ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ നിങ്ങൾ ഭയങ്കര കണക്ഷനായിരുന്നു. തന്നെ നിങ്ങൾ ഒരുമിച്ചാണ് ഫീൽഡിലേക്ക് പോകുന്നത്, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ചാണ് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ ഒത്തിരി കണക്ഷൻ ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്താണ് ഇങ്ങനെയാവുന്നത്? കൂടാതെ നിങ്ങൾ തമ്മിൽ അടുത്ത ബന്ധുക്കളുമാണ്. അതൊന്നും പറയേണ്ട മാനുവല്ലേ. എൻ്റെ വല്യച്ഛൻ്റെ പറമ്പിലൂടെ കിടക്കുന്ന ഒരു ലൈൻ, ആ ലൈൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അതിൻ്റെ തൊട്ടടുത്തുകൂടി ഒരു റോഡ് വന്നു. അപ്പൊ ലൈൻ വീടിന്റെ അടുത്തുകൂടി ലൈനൊക്കെ റോഡിലേക്ക് വെക്കുന്നു. അത് പഞ്ചായത്താണ് അതിന്റെ ക്യാഷ് അടക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കാശ് അടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇയാൾ വന്ന് വല്യച്ഛനെ ഇങ്ങനെ ഇട്ടെന്ന് വരട്ടിയിട്ട് പറയാണ്, ഓക്കെ ആയിട്ടുണ്ട്, നമുക്ക് ലൈൻ ഷിഫ്റ്റ് ചെയ്യാം, അതിന് കുറച്ച് ചെലവുണ്ട്, 8,000 രൂപയോളം വരും, ഞാൻ എസ്റ്റിമേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വല്യച്ഛൻ അങ്ങോട്ടൊന്ന് വന്നാ മതി, കുറച്ച് പേപ്പറിലൊക്കെ ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞു എസ്റ്റിമേറ്റിൽ. ഓ, വല്യച്ഛനെ പാടില്ലാത്തതല്ലേ, ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം, ഞാൻ ഒപ്പിടിപ്പിച്ചോളാം എന്ന്. അങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് കാശ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം തന്നെ വല്യച്ഛനോട് ഇദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. ഇദ്ദേഹത്തോട് പറഞ്ഞു, ഡാ, മറ്റേ സബ് എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു, എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു വെച്ചു എന്ന് പറഞ്ഞ ആ ലൈനിന്, അതിന് ലൈനിന് കാശ് കൊടുക്കുന്നത് ആ പഞ്ചായത്തല്ലേ ചെയ്യുന്നത്, വല്യച്ഛൻ അടങ്ങിയിരിക്കും, ഞാൻ പറഞ്ഞ് ചെയ്തോളാം. അങ്ങനെ ഇദ്ദേഹം അയാളെ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ട് ആ സബ് എഞ്ചിനീയറോട് ചോദിച്ചു എങ്ങനെയാണ്. അപ്പൊ എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ എല്ലാം ഓക്കെയാണ്, ഒരു 8,009 രൂപയാണ് കണക്ക് പ്രകാരം വരുന്നത്, അപ്പൊ അത് അടക്കണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങിച്ചോണ്ട് നടത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ട, ആദ്യത്തെ പാടില്ലാത്തല്ലേ, ഞാൻ വന്ന് ഒപ്പിടിപ്പിച്ചിട്ട് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വെളുപ്പിനെ ഇയാൾ വീട്ടിലെത്തി. വെളുപ്പിനെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ പരിചയക്കാരി, രണ്ടുപേരും പരിചയക്കാരൻ, രണ്ടുപേരും ഫ്രണ്ട്സുമാണ്. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, എൻ്റെ വീട്ടിൽ വെളുപ്പിനെത്തി, ഞാൻ പിന്നെ ആ 8,009 രൂപയും വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഡിസ്മാൻഡിൽ നിന്ന് മാത്രമല്ലേ ഉള്ളൂ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ, നമ്മുടെ വല്യച്ഛനല്ലേ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, ഞാൻ ഒരു വിധത്തിലും കുറച്ച് കൊടുക്കില്ല, അത് നിനക്കറിവുള്ളതല്ലേ. അങ്ങനെ ആ ക്യാഷ് ഏൽപ്പിച്ചു കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചു ആ ബില്ലിനെ പറ്റി, അല്ലെങ്കിൽ അതായത് റെസിപ്റ്റിനെ പറ്റി. അപ്പൊ പറയും, ഞാൻ ഇത് അവിടെ അടച്ചിട്ടുണ്ട്, നിനക്കതിന് വിശ്വാസമില്ലേ, എല്ലാം ഓക്കെയാണ്, വേണം ഞാൻ റെസിപ്റ്റ് നമ്പർ തരാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം റെസിപ്റ്റ് നമ്പർ എഴുതി ഫോണിൽ ഫോട്ടോ എടുത്തു വിട്ടു. വിശ്വാസമായല്ലോ. പക്ഷേ ഇദ്ദേഹം തൊട്ടടുത്ത സെക്ഷനിലെ സബ് എഞ്ചിനീയറാണ്,
അവിടുത്തെ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്, അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെയും ഫ്രണ്ടാണ്. അങ്ങനെ ഒരു ദിവസം ഈ റെസിപ്റ്റ് നമ്പറുമായി ആ KSEB ഓഫീസ് ചെല്ലുകയാണ്. KSEB ഓഫീസിൽ നിന്നിട്ട് വർക്ക് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കി. ആ വർക്ക് എസ്റ്റിമേറ്റിലൊന്നും ഇദ്ദേഹത്തിന്റെ പേരില്ല. പിന്നെ വർക്ക് അറേഞ്ച്മെന്റ് ഡയറി നോക്കി, അതിലും പേരില്ല. പിന്നെ ഈ റെസിപ്റ്റിന്റെ നമ്പർ വെച്ചിട്ട് ക്യാഷ്യറുടെ മുറി കയറി നോക്കി, അപ്പോൾ ഈ റെസിപ്റ്റ് നമ്പറിൽ അതിന് അടച്ചിട്ടില്ല. ആ റെസിപ്റ്റ് നമ്പർ കൊടുത്തിരിക്കുന്നത് ഒരു മീറ്റർ ഷിഫ്റ്റിങ്ങിന്റെ റെസിപ്റ്റ് നമ്പറാണ്. അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ പറ്റിച്ചതാണ്, തന്നിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചതാണ്, തന്നോട് ചേർന്ന് പല പ്രോഗ്രാമുകളിലും ഇവരൊരുമിച്ച് ഉള്ളതാണ്, ഇവർ രണ്ടുപേരും ഒരു പാർട്ടിയുള്ളതാണ്, ഒരു യൂണിയനിലെയും സന്തത സഹചാരികളാണ്. പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ, അതെ, ഞാൻ എപ്പോഴും അവനോട് അടുത്തതാണ്, പക്ഷേ KSEB-കാരനായ എന്നിൽ നിന്ന് 8,009 രൂപ അവൻ കൈക്കൂലി വാങ്ങിയതാണ്, ഓഫീസിൽ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവൻ എന്നെ കുത്തിപ്പിടിച്ച് വാങ്ങിയതല്ലേ, അവനെ എങ്ങനെയാണ് വിശ്വസിക്കുക? എങ്ങനെയാണ് അവൻ നിൽക്കുന്ന പാർട്ടിയിൽ ഞാൻ ചെല്ലുക? അപ്പൊ തുറവൂർ വെച്ച് ഞാൻ കണ്ട ആ ഫ്രണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് ഇതെന്നോട് പങ്കുവെച്ചത്. മറ്റേ വ്യക്തിയെയും എനിക്കൊത്തിരി അടുപ്പമുള്ളതാണ്. ആ മനുഷ്യൻ അങ്ങനെ കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ, അതും സ്വന്തം സഹോദരൻ എന്ന് പറയാവുന്ന വ്യക്തിയിൽ നിന്ന്, സ്വന്തം സ്നേഹിതനിൽ നിന്ന്, ഒരുമിച്ച് നടന്നവനിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കാൻ ഒരു മനസാക്ഷിക്കുത്തും ഒരു വിഷമവും അയാൾക്കുണ്ടായില്ല എന്നതാണ്. ചില KSEB-ക്കാര് അങ്ങനെയാണ്. പലപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, KSEB-ക്ക് എന്തിനാണ് കൈക്കൂലി കൊടുക്കുന്നത്? KSEB ഒരു കമ്പനിയാണ്, BSNL പോലെ ഒരു കമ്പനിയാണ്, കേബിൾ നെറ്റ്വർക്ക് പോലെ ഒരു കമ്പനിയാണ്. എസ്റ്റിമേറ്റ് എടുക്കാൻ കാശ് കൊടുക്കേണ്ടതുണ്ടോ? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു വിങ്ങായി തീർന്നിരുന്നു KSEB. ഇപ്പോഴങ്ങനെ അല്ലെങ്കിൽ തന്നെയും. അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തികൾ എന്തിനാണ് ഈ നക്കാപ്പിച്ചയായി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത്? ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾക്കുണ്ട്. ഞാൻ പോലും കൈക്കൂലി വാങ്ങിച്ചതിനല്ല, കൈക്കൂലി വാങ്ങിക്കാത്തതിന്. അതുപോലെ തന്നെ ഒത്തിരി പീഡനങ്ങൾ സഹിച്ചു, ഒത്തിരി ട്രാൻസ്ഫറുകൾ വന്നു, അതും എൻ്റെ നാട്ടിൽ പോലും അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ചരിത്രം ഞാൻ പിന്നാലെ പറയാം. കൈക്കൂലിയുടെ കൂത്തരങ്ങായി മാറുകയാണ്. സത്യത്തിൽ 95-97 ബാച്ച് ഒരുമാതിരി വിവരമുള്ളവരായിരുന്നു. ബിടെക്കുകാരും ഡിപ്ലോമക്കാരും ഡിഗ്രിക്കാരും PG-ക്കാരും ഉൾപ്പെടുന്നവരായിരുന്നു ഞങ്ങളെപ്പോലുള്ള കുറെ പേര്. പക്ഷേ ആ സ്ഥാനത്ത് പിന്നീട് വന്നപ്പോൾ KSEB-ക്ക് 10ാം ക്ലാസ് വരെ വേണ്ടാന്ന് പറഞ്ഞു, അതിൽ താഴെയുള്ളവർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ക്വാളിറ്റി അവിടെ കുറഞ്ഞു, അവരിൽ നിന്ന് കാശ് ചോദിച്ച് വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി. ഞാനവരെ കുറ്റം പറയുന്നതല്ല, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് നമ്മൾ തന്നെയാണ്. നമ്മൾ കൺസ്യൂമേഴ്സ്. ഇലക്ട്രിസിറ്റി ബോർഡിന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ആവശ്യമായ തുക കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരാണ് കൺസ്യൂമേഴ്സിനെ പിരിയുന്നത്. നിങ്ങൾ അതുകൊണ്ട് KSEB വെറുക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. സത്യത്തിൽ അവരാണോ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ 2 കുട്ടികളെയും ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകേണ്ടി വന്നില്ല, ഒരു പീഡിയാട്രീഷ്യനെയും കാണിക്കേണ്ടി വന്നില്ല, ഞങ്ങൾക്കും പോകേണ്ടി വന്നില്ല. പ്രിയ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അനധികൃതമായി നാം സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത് ഒരിക്കലും ഗുണപ്പെടില്ല എന്നൊരു കാര്യം നിങ്ങൾ അറിയുക. മറ്റൊന്നുമല്ല, അത് മറ്റുള്ളവരുടെ കയ്യിലോട്ട് പോകും, ഒന്നുകിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ. അതുകൊണ്ട് ദയവായി മറ്റുള്ള പാവങ്ങളുടെ കണ്ണീരിൻ്റെ കാശ്
വാങ്ങിക്കാതിരിക്കുക. 25 വർഷം ഞാൻ KSEB ഉണ്ടായിരുന്നു. 25 വർഷമായിട്ടും മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ക്ലെയിം ചെയ്യേണ്ടി വന്നില്ല. അത് ദൈവാനുഗ്രഹത്തിൻ്റെതാണ്. നാം മറ്റുള്ളവരുടെ കണ്ണീരിന്റെ വില വാങ്ങിക്കാത്തതിലാണ്, കൈക്കൂലി വാങ്ങിക്കാത്തതിലായിട്ട്. ഒരു KSEBian കൈക്കൂലി വാങ്ങിക്കാത്തവൻ എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണെന്നാ പറയുക. ഞാൻ അതുമാത്രമല്ല, TA ഒത്തിരി സ്ഥലത്ത് ഞാൻ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട്. അതിനൊന്നും ഞാൻ TA വാങ്ങിച്ചില്ല. കാരണം അതും എന്നെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായ, എനിക്ക് ശമ്പളം തരുന്നുണ്ട് ബോർഡ്, എനിക്കത് മതി. അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ നമുക്ക് KSEBിൽ ഉണ്ടാവണം. KSEBയെ പറ്റി വളരെ മോശമായ അഭിപ്രായം മറ്റുള്ളവർ പറയുന്നതിൻ്റെ ഒരേ ഒരു കാര്യം ഇതാണ്. കറണ്ട് പോകുമ്പോഴും അനാവശ്യം പറയപ്പെടുന്ന നമ്മളാണ്. അതുപോലെ തന്നെ എന്ത് കാര്യം വന്നാലും നമ്മളിലാണ്. KSEB ഒരു മഹത്തായ സ്ഥാപനമാണ്, കേരളത്തിന്റെ സ്പന്ദനമാണ്. അതിനെ കളങ്കപ്പെടുത്തുന്നത് നമ്മളാണ്, എംപ്ലോയീസ് ആണ്. നിങ്ങൾ ചിന്തിക്കുക, ഒരു കൺസ്യൂമർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനാവൂ. ആ കൺസ്യൂമർ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് കരുതി അതിനെ കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? അവർ വേണം നമ്മോടൊപ്പം നമ്മളാവാനായിട്ട്. 25 വർഷം KSEBിലായിട്ടും ഒരു മെഡിക്കൽ അലവൻസ് പോലും എനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. മറ്റൊന്നുകൊണ്ടും. കാരണം എന്താണ്? ഞാൻ ആരുടെയും ബ്രാക്ക് വാങ്ങിച്ചില്ല, ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. 7ഓളം തസ്തികകളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നിട്ട് പോലും അങ്ങനെ സംഭവിച്ചില്ല. 5 പൈസ ആരുടെയും കൈക്കൂലി വാങ്ങിയില്ല. അങ്ങോട്ട് കൊടുക്കലേ ഉണ്ടായുള്ളൂ. അതിന്റെ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കൈക്കൂലിയുടെ കാണാ കാഴ്ചകളിലേക്ക് നിങ്ങളേവരെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. ഏവർക്കും നമസ്കാരം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.